ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഞണ്ടിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്, ക്രാബ് റോസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ക്രാബ് റോസ്റ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ക്ലാരിറ്റി കുറവായത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു റീ അപ്ലോഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. ഇനി അടുത്ത പ്രാവശ്യം വീട്ടിൽ ഞണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ഞണ്ടാണ്. പിന്നെ നമുക്ക് സവാള ആവശ്യമുണ്ട്. സവാള ഒരു വലുത് 2 എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവ് അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കടുക് വറുത്തെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഇളക്കാം. ഇത് നന്നായി മൂക്കണം എന്നില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായി വാടിയതിനു ശേഷം നമുക്ക് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഇത്തിരി ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറുതായി ഒന്ന് വാടിക്കാം. അപ്പോൾ ഒക്കെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും തന്നെ നമ്മൾ അധികം കുക്ക് ചെയ്യാനില്ല, കാരണം നമ്മൾ ഞണ്ട് ഇതിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അധികം നേരം കുക്കിൻ്റെ ആവശ്യമില്ല. ഞണ്ട് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ അതിൽ കിടന്നിട്ട് അലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി. ഇത് കുക്കറിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നന്നായി വാട്ടിയിട്ട് വേണം ഞണ്ട് ചേർത്ത് കൊടുക്കാനും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാനിൽ ഉണ്ടാക്കണ കാരണമാണ് അധികം വാട്ടാത്തത്. അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിലൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രാബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ആ മസാല ഒക്കെ എല്ലായിടത്തൊന്ന് മിക്സ് ആവണ നേരം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞണ്ട് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ഞണ്ടിൽ തന്നെ വെള്ളം വരും. അപ്പോൾ കുറേശ്ശെ വെള്ളം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും തുറന്നിട്ട് അതിനാവശ്യമുള്ള പൊടികളൊക്കെ ഇടാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചാൽ അതിൽ നിന്ന് നമുക്ക് വെള്ളം വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു
15-20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 16-17 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും ലൂസ് വേണ്ടെന്നുള്ളവർക്ക് ഒന്നും കൂടെ ഒക്കെ ഗ്രേവി ആക്കാൻ വേണ്ടി ഒന്നും കൂടെ വറ്റിക്കാം. കുറച്ച് കറി വേണമെന്നുള്ളവർക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ആരെങ്കിലും അടുത്ത പ്രാവശ്യം വീട്ടിൽ ഞണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ വീഡിയോസിന് താഴെ കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തതായി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.